ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC റിസൾട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ഒരു ഘട്ടത്തിൽ വളരെ വേദനിപ്പിക്കുന്ന, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നത്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SSLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പെൺകുട്ടി റിസൾട്ടിനെ കുറിച്ചുള്ള പേടി കൊണ്ട് സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഇന്ന് വരുന്നു. മീഡിയ വൺ ചാനലിലാണ് ഞാൻ ആ വാർത്ത കണ്ടത്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ SSLC റിസൾട്ടിനെ പേടിച്ച് സൂയിസൈഡ് ചെയ്തു എന്നാണ്. കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇത്രയധികം നിങ്ങൾ ഈ റിസൾട്ടിനെ പേടിക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? ഒരുപാട് വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ വീഡിയോകളിൽ നിങ്ങൾ പേടിക്കുന്ന പോലെയോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെയോ ഒന്നുമല്ല SSLC പരീക്ഷയുടെ റിസൾട്ട് വരിക. നിങ്ങൾ ഒരുപാട് പേടിക്കും, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കും. പക്ഷേ അതുപോലെ ഒന്നുമല്ല, നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലുള്ള മാർക്കോട് കൂടി തന്നെയാണ് തീർച്ചയായിട്ടും SSLCയുടെ റിസൾട്ടൊക്കെ വരിക. അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് ഇപ്പം ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യമല്ല. ഈ പെൺകുട്ടി ആ രീതിയിലൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. അതല്ലാതെ ഒരുപാട് കുട്ടികൾ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് പേടിച്ചിട്ട്. അഥവാ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനോട് എന്ത് പറയും, ടീച്ചേഴ്സിനോട് എന്ത് പറയും എന്നോർത്ത്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല SSLC റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾ ഭയക്കുന്ന പോലെ ഒന്നുമല്ല. നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു വാല്യുവേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും തരുന്ന റിസൾട്ടായിരിക്കും വരിക. ഈ രീതിയിലുള്ള അമിതമായ ടെൻഷനിലൂടെ ഇങ്ങനെ അബദ്ധങ്ങളിലേക്കൊന്നും ചെന്നെത്തരുത്. കാരണം മുൻ വർഷങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് ഇത്രയും മാർക്ക് ഉണ്ടായിട്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്യില്ല, ആ കുട്ടി അങ്ങനെ ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ഈ രീതിയിലൊക്കെ ചെയ്യുന്ന കുട്ടികൾ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നല്ല മാർക്കുണ്ട്, നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഫുൾ A+ നേടിയ ഒരു കേസ് എനിക്ക് പേഴ്സണലി അറിയാം. റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സൂയിസൈഡ് നടക്കുന്നു. റിസൾട്ട് കുട്ടിക്ക് ഫുൾ A+. ഇങ്ങനൊരു സംഭവം എനിക്കറിയാം. കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ ഒരു കാരണവശാലും അമിതമായ ടെൻഷൻ അടിക്കരുത്, അമിതമായി പേടിക്കരുത്. ഇനി പാരൻസിനോട് പറയാനുള്ളത്, കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പ്രഷർ തീർച്ചയായിട്ടും കൊടുക്കരുത്. റിസൾട്ട് വരട്ടെ. റിസൾട്ട് നിങ്ങൾ വിചാരിക്കും വളരെ ഭീകരമായ റിസൾട്ട് എന്നല്ല, നിങ്ങൾക്ക് സന്തോഷവും സമാധാനം നൽകുന്ന റിസൾട്ട് തന്നെയായിരിക്കും. സോ മക്കളെ, കമ്പാരിസൺ ഒന്നും പോകാതെ നിങ്ങളുടെ റിസൾട്ട് എഴുതിയാൽ നിങ്ങൾക്കുള്ള മാർക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കൂ. ഒരു 3-4 ദിവസമല്ലേ ഉള്ളൂ, ഒരു ടെൻഷനും വേണ്ട. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.